ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റെസിപ്പി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പം ചെറിയ ഉള്ളിയൊന്നും റെഡിയാക്കി എടുക്കാനുള്ള ടൈം കിട്ടാത്തത് കാരണം ഞാൻ പെട്ടെന്ന് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് തന്നെ തിരക്ക് പിടിച്ചുണ്ടാക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെറിയ ഉള്ളിയാണ് എടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ടിട്ടല്ലല്ലോ ചോറ് വേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലുള്ള ആ ഒരു ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ പിള്ളേർക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയിട്ടാ. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഞാൻ റെസിപ്പിയുടെ പേര് പറയാൻ വിട്ടുപോയി. മുട്ടച്ചോറ് എന്നാണ് കേട്ടോ അതിന് പറയണത്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. ഞാനും മക്കൾക്ക് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരികയെന്ന് മാത്രം. ഇനി ആ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഓപ്ഷണലാണ്. എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നല്ല രീതിക്ക് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മുട്ട നമ്മൾ ചിക്കി പൊരിച്ച് എടുക്കുന്ന ആ ഒരു രീതിയില്ലേ, ആ ഒരു രീതിക്കാണ് ആക്കിയെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഓപ്ഷണലാണ്. പിള്ളേർക്ക് മഞ്ഞ കളറിലുള്ള ഒരു ചോറായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നല്ല രീതിക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ല ഡ്രൈ ആയിട്ട് വരുന്ന പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചു. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 2 കുട്ടികൾക്കും പിന്നെ ഒരു വലിയ ആൾക്കും വേണ്ടിയിട്ട് അങ്ങനെ 3 ആൾക്കുള്ള ചോറാണ് കേട്ടോ ഈ റെഡിയാക്കി എടുക്കുന്നത്. നല്ല രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മുട്ട എത്തുന്ന പരുവത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊന്നും ചോറിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കൂല കേട്ടോ. കാരണം നമ്മൾ ഉപ്പിട്ടിട്ട് വേവിക്കാത്ത ചോറായതുകൊണ്ട് തന്നെ ഈ ഒരു മുട്ടയിലാണല്ലോ ഉപ്പെല്ലാം കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോറ് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതന്നെ മതിയായിരിക്കും. നമ്മൾ വയ്യാതിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് മടി വരുന്ന സമയത്തോ ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇതിൻ്റെ മുന്നേ ഞാനൊരു ഉള്ളിച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതുപോലെ തന്നെ വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. അതും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.